പവർ മോഡാണ്. ഇതെന്തുവാ ബസ്സൊക്കെ നിരത്തി പോകുന്നത്? ബസ് ലോറ് ബസ്. ബാക്കിൽ വണ്ടി ഇല്ല. ഹായ് ഹലോ സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 125cc സെഗ്മെൻറ്റിൽ തന്നെ ഒരു ബ്യൂട്ടിയാണ്. അതേ കാര്യം നമ്മുടെ കൂടെയുള്ളത് TVSൻ്റെ ആൾ ന്യൂ റൈഡർ 125 ആണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഒരു കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം കിടിലൻ ലുക്ക് തന്നെയാണ് ഈ ഒരു റൈഡർ 125. പിന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് അലോയ് കാണാൻ അത് എടുത്ത് അറിയിക്കുന്ന രീതിയിലാണ് ആ റെഡ് അലോയ്സ് കാണുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഒരു ഡ്യുവൽ സ്ട്രിപ്പ് LED DRLs കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു LED DRLs കാണാനൊക്കെ അത്യാവശ്യം ലുക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് LED ഹെഡ്ലൈറ്റ്സ് ആണ്. LED ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഹെഡ്ലൈറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഇവിടെ TVS കൊടുത്തേക്കുന്ന ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒരു പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് LED കൊടുക്കുന്ന ടൈം TVSന് LED കൊടുക്കായിരുന്നു ഈ ഒരു റൈഡർ 125 കമ്മ്യൂട്ടർ ബൈക്കിൽ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ്. റിയർ സൈഡ് വരുമ്പോൾ വീണ്ടും കാണാമല്ലോ LED ടെയിൽ ലൈറ്റ്സ് ആണ്. അവിടെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം കിടിലൻ തന്നെയാണ് ആ ഒരു LED ടെയിൽ ലൈറ്റ്സും. അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. കംഫർട്ടബിളാണ്, കാരണം ഇതൊന്ന് സോഫ്റ്റ് സൈഡായിട്ടിരിക്കുന്ന സസ്പെൻഷനാണ്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ. റിയർ സൈഡ് വരുന്നത് ഒരു 5 സ്റ്റേജ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നേരിട്ട് എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ ഒരു 124.8cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് ടൈപ്പ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഗൈസ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു ഫിൻസ് ഒക്കെ കാണാമല്ലോ, എയർ കൂളിംഗ് ആയിട്ടുള്ള. അതേപോലെ തന്നെ ബാക്കിയുള്ള ബൈക്സിലൊന്നും കാണാത്ത രീതിക്കാണ് ഇവിടെ ഫിൻസ് വരുന്നുണ്ട്. ഈ എഞ്ചിൻ സൈഡൊക്കെ ഫിൻസ് വരുന്നുണ്ട്. ഇത് ആക്റ്റീവായിട്ടുള്ള ഫിൻസാണ്, കാരണം അവിടെ വരുന്ന ഓയിലൊക്കെ കംപ്ലീറ്റ്ലി കൂൾ ചെയ്ത് എഞ്ചിനിലോട്ട് റൺ ചെയ്ത് അങ്ങനെയാണ് ഒരു എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ വരുന്നത്. ഈ ഒരു എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു 11.2 bhpയും ഒരു 11.75 Nm ഓഫ് ടോർക്കുമാണ്. ഒരു 125cc സിംഗിൾ സിലിണ്ടർ വേണ്ടത്ര പവറൊക്കെ നമ്മുടെ ഈ TVSൻ്റെ റൈഡർ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. പവറിൻ്റെ കാര്യത്തിലേക്ക് അത്യാവശ്യം ഹാപ്പിയാണ്. ഈ ഒരു പവർ നമുക്ക് കംപ്ലീറ്റ്ലി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത്. വെറും 123 കിലോഗ്രാം മാത്രമാണ് നമ്മുടെ TVS റൈഡർ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൈഡിങ് ടൈം അത്യാവശ്യം നല്ല പെപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് റോഡിലൂടെ മാനേജ് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ബ്രേക്സിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു പവർ ഫിഗേഴ്സ് കംപ്ലീറ്റ്ലി പിടിച്ചു നിർത്താൻ സാധിക്കുന്ന രീതിയിലാണ് TVS ഇതിന് ബ്രേക്സ് കൊടുത്തേക്കുന്നത്. ഒരു 240 mm ബ്രേക്സാണ് ഫ്രണ്ട് സൈഡ്, ഒരു നോൺ ABS ബ്രേക്സാണ്. റിയർ സൈഡ് നോക്കുമ്പോൾ ഒരു 130 mm ഒരു ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ്. ബ്രേക്കിംഗ് ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ഏതായിരുന്നു നമ്മുടെ ബജാജിൻ്റെ N125 കണ്ടതുപോലെ ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നമ്മുടെ റിയർ ബ്രേക്സ് അപ്ലൈ ചെയ്യുന്ന ടൈം തന്നെ കാണാമല്ലോ, ഇവിടെ ഫ്രണ്ട് ബ്രേക്സും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വണ്ടി കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് നിർത്താൻ സാധിക്കുന്നതാണ്. ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട് ബ്രേക്സ് കുറച്ച് പൊടിക്കുന്ന ഷാർപ്പറാണ്, എന്നാലും ഈസിലി മാനേജബിളാണ്. ഒരു കംപ്ലീറ്റ് ബിഗിനറായിട്ടുള്ള റൈഡറിന് പോലും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് എൻ്റെ എൻജിൻ ആൻഡ് ഒരു ബ്രേക്സ് വരുന്നത്. കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ സൈഡിലോട്ട് കാണാമല്ലോ, ഇവിടെ TVSൻ്റെ ആ ഒരു ഹോഴ്സിൻ്റെ സിമ്പിളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ റൈഡറിൻ്റെ എന്ന ലോഗോവും മുകളിൽ തന്നെ TVSൻ്റെ ഒരു ലോഗോ, ഒരു ബാഡ്ജിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരിട്ട് ഇതിൻ്റെ സീറ്റ്സിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള സീറ്റ്സാണ്. വൈഡർ മാത്രമല്ല, അത്യാവശ്യം നല്ല കംഫർട്ട് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്സാണ്. ഇതിപ്പോൾ റൈഡ്സിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ടൈം ഇപ്പോൾ സസ്പെൻഷനും സോഫ്റ്റാണ്, അതേപോലെ തന്നെ സീറ്റ്സും സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാം. ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് വെറും 780 mm ആണ്. അതെ, 780 mm ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു ആൾക്ക് പോലും ഈസി ആയിട്ട് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുഡാണ് കിട്ടുന്നത്. അവിടെ നിന്ന് നേരിട്ട് നമ്മുടെ ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് പോകാം. നമ്മുടെ പാസ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഡിം ആൻഡ് ബ്രൈറ്റ് ആക്കുന്ന സ്വിച്ച്, ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് തന്നെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിച്ചാണ്. ഇത് ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. പിന്നെ ഇത് നമ്മുടെ പവർ മോഡ്സാണ്. ഇതിൽ പവർ മോഡ് വരുന്നുണ്ട്, ഒരു പവർ ആൻഡ് ഒരു എക്കോ മോഡ് വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് റൈഡിങ് ടൈം പറയാവുന്നതാണ്. പിന്നെ ഒരു കിൽ സ്വിച്ചാണ്. കംപ്ലീറ്റ്ലി ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ഒക്കെയാണ്. അവിടെ നിന്ന് നേരെ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ ടാക്കോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ബജാജിൻ്റെ N125 ഐ തിങ്ക് ടാക്കോമീറ്റർ അവൈലബിൾ അല്ലായിരുന്നു, പക്ഷെ നമ്മുടെ TVS റൈഡറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരു 12,000 വരെ റെഡ് ലൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടാക്കോമീറ്ററാണ്. 8,000 റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, ഇവിടെയാണ് മോഡ് കാണിക്കുന്നത്. നേരെ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ
ഇവിടെ പവർ ഒന്നും വരുന്നില്ലേ? അതെ, മോഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മീറ്റർ കൺസോൾ, ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് മോഡ് കാണുന്നുണ്ട്, ടൈം കാണുന്നുണ്ട്, ഓഡോമീറ്റർ കാണാൻ സാധിക്കും, പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ കംപ്ലീറ്റ്ലി വാർണിംഗ് സിമ്പിൾസ് ആൻഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മോഡൊക്കെ സെറ്റ് ചെയ്യാം, നമ്മുടെ ട്രിപ്പൊക്കെ മാറ്റാനുള്ള ഒരു ബട്ടൺസാണ്. അതൊക്കെ തന്നെയാണ്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു കളർഫുൾ TFT മീറ്റർ കൺസോൾ കാണാനൊക്കെ അത്യാവശ്യം കിടിലൻ ലുക്ക് തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു നല്ല വെട്ടത്തിലും നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാനും സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കിവിടെ കാണാമല്ലോ, ഇവിടെ ഒരു USB ടൈപ്പ് ഗ്ലൗസ് ഇട്ടേക്കുന്നത് കുറച്ചൊന്ന് പാടാം. തുറക്കൂ സീസേ. യെസ്, ഇവിടെ നമുക്കൊരു USB ടൈപ്പ് A സ്വിച്ചൊക്കെ കാണാം, ഒരു പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ അല്ലെങ്കിൽ മറ്റ് ഡിവൈസും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു കണ്ടല്ലോ, ഒരു സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് ഉണ്ട്. വാർണിംഗ് മാത്രമല്ല, ഒരു കട്ട് ഓഫും ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് എക്സോസ് ഉണ്ട്, ജസ്റ്റ് കേട്ട് നോക്കാം. കാരണം അത്യാവശ്യം കിടിലായിട്ടുള്ളൊരു എക്സോസ്റ്റാണ് കേട്ടോ. കേട്ടില്ലേ? അത്യാവശ്യം നല്ല ബാസൊക്കെ ഉള്ളൊരു സൗണ്ടാണ്. കൊള്ളാം. ചെറുതായിട്ടൊന്ന് ത്രോട്ടിൽ കൊടുക്കുവാണേ. കൊള്ളാം. ഒരു 125cc എന്നതിലുപരി ഒരു 150യുടെയൊക്കെ ഒരു ബൈക്കിൻ്റെ ഒരു എക്സോ സൗണ്ട് പോലെയാണ് നമ്മുടെ റൈഡർ സൗണ്ട് ചെയ്യുന്നത്. കേൾക്കാനൊക്കെ അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ. കൊള്ളാം. നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ നോക്കാം. ഇതിൽ വരുന്നത് ഒരു 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട് നമ്മുടെ ഈ TVSൻ്റെ റൈഡർ ഐഗോയിൽ. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സിറ്റിയിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 60 to 65 കിട്ടുന്നതാണ് സിറ്റിയിൽ തന്നെ. പിന്നെ ഹൈവേസിൽ എടുക്കുന്ന ടൈം വീണ്ടും കുറച്ചൊന്ന് കൂടി ഓൾമോസ്റ്റ് ലൈക്ക് 70 km/ലിറ്റർ വരെ കിട്ടാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ TVS റൈഡർ ഐഗോയിലുള്ളത്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കാര്യത്തിൽ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. അത്യാവശ്യം നല്ല ഹാപ്പി ഫിഗേഴ്സാണ് നമ്മുടെ TVS പ്രോമിസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടയേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡിൽ വരുന്നത് 80 സെഷൻ്റെ ടയേഴ്സാണ്, റിയർ സൈഡ് വരുന്നത് 100 സെഷൻ്റെ ടയേഴ്സാണ്. ആ ഒരു കാര്യത്തിൽ കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പറ്റുമെങ്കിൽ ഒരു 100 സെഷൻ്റെ ടയേഴ്സ് ഫ്രണ്ടിലും ഒരു 110 അല്ലെങ്കിൽ ഒരു 120 റിയർ സൈഡ് കൊടുത്തിരുന്നാൽ കുറച്ചുകൂടി ഒരു ബിഗ് ബൈക്ക് ലുക്ക് ടയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയേനെ. എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി, കോൺഫിഡൻസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ടയറിൽ നിന്ന്. ടയേഴ്സിൻ്റെ കാര്യം മോശം പറഞ്ഞില്ല, ജസ്റ്റ് പ്രൊഫൈൽ കുറച്ചുകൂടി ഇൻക്രീസ്ഡ് ആയിരുന്നെങ്കിൽ ലുക്ക് വൈസ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തിട്ട് ഒരു ഷോർട്ട് റൈഡ് പോവാം. നമുക്കിപ്പോൾ പവർ മോഡിൽ തന്നെ കിടക്കട്ടെ. ഓക്കെ ഗായ്സ്, ഫൈനലി റോഡിലോട് എത്തിയിട്ടുണ്ട്. നമുക്ക് ബൈക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെറുതായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് പവർ മോഡിൽ ഇടാം. ഒരു 3rd ഗിയർ ഫുള്ളാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ പാസഞ്ചർ കൂടെ ഉണ്ട് കേട്ടോ. ഒരു പാസഞ്ചർ കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുള്ളി ചെയ്യുന്നത്. 4th ഗിയർ. അത്യാവശ്യം നമ്മുടെ ഒരു 125cc പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ കോർണറിങ് ഒക്കെ അത്യാവശ്യം കിടിലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടയർ ഗ്രിപ്പ് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. ടയർ ഗ്രിപ്പ് അത്യാവശ്യം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ബ്രേക്കിംഗ് എടുക്കുന്ന ടൈമായാലും കുഴപ്പമില്ല. ഒരു 125cc പെർഫോമൻസ് ഒക്കെ തീർച്ചയായും നമ്മുടെ റൈഡർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പ്രോമിസിങ് മാത്രമല്ല, റോഡിൽ കിട്ടുന്നുമുണ്ട് കേട്ടോ. ബ്രേക്കിങ് ഇത് നമ്മുടെ കമ്പൈൻഡ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചൊന്ന് ഒരു പൊടിക്ക് റിയർ ബ്രേക്സ് അപ്ലൈ ആവുന്നുണ്ട്, നേരെ തിരിച്ചും ആവുന്നുണ്ട്. റിയർ ബ്രേക്സാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്സ് പൊടിക്കൊന്നാവുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഈ പവർ മോഡിൽ 11.75 Nm ഓഫ് ടോർക്കും ഒരു 11.2 bhp കിട്ടുന്നുണ്ട്. അതേ ടൈം എക്കോ മോഡിലാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പവർ ഡ്രോപ്പ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ RPM കുറച്ചൊന്ന് കട്ട് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ TVS. എന്തായാലും ഒരു ഹൈവേ റൈഡ്സൊക്കെ പോകുന്ന ടൈം നമുക്ക് ഒരു എക്കോ മോഡൊക്കെ ഇട്ടുപോയാൽ
കണ്ണും പൂട്ടിയിലേക്ക് ഒരു 70 കിലോമീറ്റർ മൈലേജൊക്കെ പ്രോമിസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടി വി എസിൻ്റെ എൻജിൻ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. കൊള്ളാം. പിന്നെ ഈ പവർ മോഡ് ഇട്ടാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സോസ്റ്റ് നമ്മുടെ ഒരു 7000 കഴിയുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാം. അത്യാവശ്യം കിട്ടില്ല ഒരു സൗണ്ടിങ് ആണ്. ഒരു 150 cc പെർഫോമൻസ് തരുന്ന ഒരു എൻജിൻ പോലെയൊക്കെ പൊടിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഒരു ഫീലിങ്ങിന് കാരണം മെയിൻലി എക്സോസ്റ്റിൽ നിന്നാണ് വരുന്നത്. കൊള്ളാം, നല്ല സൗണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ്. ഒരു 125 cc പെർഫോമൻസ് തീർച്ചയായും നമുക്ക് കിട്ടുന്നുമുണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. മോശം പറയാനായിട്ട് എന്താ ഉള്ളേ നമ്മുടെ ടി വി എസിൽ? വേണേൽ ഇതിലൊരു മോശം പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജന. എന്നാൽ കൂടി നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. വാവ്, നല്ല ഡെഡ്ലി ട്രാഫിക് ആണല്ലോ. 6.5 hours later. കണ്ടല്ലോ, ഒരു ഈ സൈഡ് കയറി പോകുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ട്രാഫിക്കാണ്. എൻ്റെ എക്സ്ട്രീം പെർഫോമൻസ് ഒന്നും കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഒരു 125 എൻ്റെ ടോപ്പ് സ്പീഡൊക്കെ ലൈക്ക് ഒരു 100 km+ ഒക്കെ പോകാൻ പറ്റും. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 110 വരെ റീച്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ ഒരു റൈഡറിൽ. ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്ത 110 ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ജസ്റ്റ് അപ്രൈറ്റ് പൊസിഷനിൽ ഓൾമോസ്റ്റ് 90 km കഴിയുമ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് ലൈക്ക് ക്ലൈംബിങ് സ്പീഡ് പോലെയാണ്. പിന്നെ അങ്ങോട്ട് കയറാൻ കുറച്ചൊന്ന് പാടാണ്. എന്നാലും കയറുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈഡറിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ എൻ്റെ മൈലേജ് തന്നെയാണ്. അത് ഇങ്ങനെ ഓടിക്കാനും പറ്റും, അതേ ടൈമിൽ തന്നെ മൈലേജും കിട്ടും. ഇതെന്തുവാ ബസ്സൊക്കെ നിരത്തി പോകുന്നത്? ബസ് ലോറ് ചുമ്മയാണോ? ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. പവർ മോഡാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു ടി വി എസ് റൈഡർ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില്ലേ, ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയോ. ഈസി ആയിട്ട് ബുക്കിങ്ങും ബൈക്കിൻ്റെ ഡെലിവറിയൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കുഴപ്പമില്ല, സ്പീഡ് കയറുന്നുണ്ട് കേട്ടോ. ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. പറഞ്ഞില്ലേ 95, 96, 100 അത്യാവശ്യം ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കാം. ബ്രേക്കിംഗ് നോക്കാം കേട്ടോ. ബാക്കിൽ വണ്ടി ഇല്ല, ഉണ്ടോ? അത്യാവശ്യം നല്ല ഈസി ആയിട്ട് ബ്രേക്കിംഗ് നിൽക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് ബ്രേക്സ് മാത്രമാണ് അപ്ലൈ ചെയ്തത്, റിയർ ബ്രേക്സ് വെക്കില്ല. എന്നാൽ പോലും ABS ഇല്ലെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത് ചെറിയൊരു ടയർ ലോക്കിംഗ് ഉണ്ടാവുമെന്നാണ്. പക്ഷേ എൻ്റെ തെറ്റിദ്ധാരണയെ മാറ്റി. അങ്ങനെ ടയർ ലോക്കിംഗ് ഒന്നും വരില്ല കേട്ടോ നമ്മുടെ റൈഡറിൽ. കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ TVS റൈഡറിൻ്റെ വിശേഷങ്ങളൊക്കെ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഒരു 125 cc അത്യാവശ്യം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ റൈഡർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.